എടാ മുതലാളി വരുമ്പോഴേക്കും തന്തളം തള്ളകൾ മട്ടുമാറും. പിന്നെ വാലാട്ടി കിടക്കാൻ തുടങ്ങും. പടുപണിക്കൊക്കെ രാമകൃഷ്ണൻ. അമ്മായപ്പനും അമ്മായപ്പനും. ഇത് ഗോപന് കൊടുത്തേക്കു. ഇതുകൊണ്ട് തീരില്ല എന്റെ പ്രശ്നം. രക്ഷപ്പെടാനത് മതിയെങ്കിൽ ഗോപന് ഉപകരിക്കട്ടെ. കരണ്ട് ബോഡിയാണ്. ഒരു ഫാമിലി ഫ്രണ്ട് ആണെന്ന് ഫാദറിലോ പറഞ്ഞു. അതിലപ്പുറം ഒന്നുമില്ലല്ലോ. I like her. All my friends like her. സത്യത്തിൽ ഞാൻ കുറെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. ഭാര്യ എന്നും വീട്ടിലുള്ളതല്ലേ. ബിസിനസ് ചാൻസ് ഒരിക്കൽ വന്ന് പോയാൽ തീർന്നു എന്ന് വിചാരിച്ചു പന്തയം. അഡ്വൈസ് ചെയ്യാൻ, കറക്റ്റ് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? ഇവളും പറയില്ല. പണക്കാരൻ, ഇംഗ്ലണ്ടിൽ പഠിച്ചവൻ, ഞാൻ എടുക്കാൻ വയ്യാത്ത ഏതോ ഒരു സ്ഥലത്താണെന്ന് എല്ലാവരും സങ്കല്പിച്ചു വെച്ചു. ശരിയല്ലേ? നീ ഇറക്കം. നിനക്കെല്ലാം നാല് ചീത്ത വിളിക്കാമായിരുന്നില്ലേ വല്ലപ്പോഴും? പോസ്റ്റിൽ ഇറങ്ങിപ്പോക്ക്. അപ്പോഴെനിക്കും തോന്നി വളരെ സൗകര്യം. ഫുൾ ടൈം ബിസിനസ്സിൽ, രാത്രി മുഴുവൻ ഡിസൈൻ ടേബിളിൽ, വർക്കപ്പ് എ ന്യൂ ഫോർമുല. ലോകം കീഴടക്കി കളയാം. എവിടെ? ഒരു ദിവസം, 2 ദിവസം, പിന്നെ പിന്നെ ഇവളില്ലാത്ത വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എനിക്ക് ഭ്രാന്താണ്. സാമ്രാജ്യം കെട്ടിപ്പൊക്കി കഴിഞ്ഞ് കുടുംബജീവിതം ആഘോഷിക്കാമെന്ന് കരുതിയ ഞാനാണ് പടുവിട്ടി. I admit, I am the biggest fool. പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ, ഇപ്പൊ തന്നെ. നോ, പതുക്കെ മതിയല്ല. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ വെച്ചല്ല, പിന്നെ. മാൻ, ഇറ്റ്സ് ഓൾ മൈ ഫോൾട്ട്. വക്കീൽ പണി അറിയാമില്ലേ? താങ്ക്സ്. ലീഗൽ ഫീസിന് ഓഫീസിലേക്ക് ഒരു ബില്ല് അയച്ചോളൂ. ഞാൻ കുളിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. ടൂറിസ്റ്റ് ഹോമിലുണ്ടാവും. ഐ സെഡ് ബ്യൂട്ടിഫുൾ വ്യൂ. ഒന്ന് റെഡിയാവാൻ അരമണിക്കൂർ മതി. ഐ വിൽ വെയിറ്റ് ഫോർ യു. പറഞ്ഞു തീർക്കാൻ പറ്റാത്തത് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഓക്കെ, ഇഷ്ടം പോലെ തീരുമാനിക്കാം. നിയമസഹായം അടുത്തുണ്ടല്ലോ. താങ്ക് യു. അകത്ത് വരൂ. വേണ്ട, ഗോപന് വേണ്ടി ഏൽപ്പിച്ചതാണ്. ഇതുകൊണ്ട് ഗോപൻ രക്ഷപ്പെട്ടു എന്ന് കേട്ടാൽ സന്തോഷം. വേണ്ട, എന്റെ പണമായതുകൊണ്ടാവും.
മാനമുള്ള കാശല്ലല്ലോ. ശരി, തന്നേക്കൂ. അങ്ങനെ വിചാരിച്ചിട്ടല്ല. വേണ്ട, ഞാൻ എടുത്തോളാം. ഞാനും വരുന്നുണ്ട്. എങ്ങോട്ട്? എങ്ങോട്ടായാലും. ഗുഡ് ലക്ക്.